അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. വിശുദ്ധമായിരിക്കുന്ന റജബ് മാസത്തിൽ നാം രാവിലെയും വൈകുന്നേരവും 70 തവണ ചൊല്ലേണ്ട ഒരു ദിക്റിനെ കുറിച്ചാണ് നിങ്ങളോട് ഈ വീഡിയോയിലൂടെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുക. നിർബന്ധമായും മറ്റുള്ളവരിലേക്ക് വീഡിയോയുടെ ലിങ്ക് നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക. നിങ്ങൾ ഷെയർ ചെയ്തു കൊടുത്ത കാരണമായിക്കൊണ്ട് ഒരാളെങ്കിലും വീഡിയോ കണ്ട് ദിക്ർ ചൊല്ലിയാൽ അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് കൂടി ലഭിക്കും. ഇൻഷാ അള്ളാഹ് നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുമെന്ന് കരുതുന്നു. ബഹുമാനപ്പെട്ട വഹബ് ബിൻ മുനബ്ബഹ് റളിയല്ലാഹു അൻഹു നുസ്അത്തുൽ മജാലിസ് എന്ന കിതാബിലൂടെ പറയുന്നത് കാണാം, അല്ലാഹുമ്മ ഗഫിർലി വർഹംനി വതുബ് അലയ്യ. സ്ക്രീനിൽ കാണുന്ന ദിക്ർ അല്ലാഹുമ്മ ഗഫിർലി വർഹംനി വതുബ് അലയ്യ. ഈ ദിക്റിനെയാണ് രാവിലെയും വൈകുന്നേരവും 70 തവണ ചൊല്ലേണ്ടത്. അപ്പോൾ ഈ ദിക്റിനെ നിങ്ങൾ 70 തവണ മാത്രമല്ല, കൂടുതൽ തവണ നിങ്ങൾക്ക് ചൊല്ലാൻ കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുന്ന ദിക്റാണിത്. അല്ലാഹുമ്മ ഗഫിർലി, അള്ളാഹുവേ എനിക്ക് നീ പൊറുത്തു തരണേ, വർഹംനി എനിക്ക് നീ റഹ്മത്ത് ചൊരിയണേ, കരുണ ചൊരിയണേ, വതുബ് അലയ്യ എൻ്റെ തൗബ നീ സ്വീകരിക്കണേ, എൻ്റെ പാപങ്ങൾ നീ പുറത്തു തരണേ എന്നുള്ള ഇസ്തിഗ്ഫാറിൻ്റെ ദിക്റാണിത്. അതുകൊണ്ട് തന്നെ ഈ ദിക്റിനെ റജബ് മാസത്തിൽ നാം ധാരാളമായി അധികരിപ്പിക്കുകയും നമ്മുടെ ശരീരത്തിനെ നാം ശുദ്ധീകരിക്കുകയും ചെയ്യുക. കൂടുതൽ ഇബാദത്തെടുത്തുകൊണ്ട് റജബ് മാസത്തിനെ നാം ആദരിക്കുക. റജബ് മാസത്തിലെ ഒരു ഇബാദത്തിനിക്ക് 70 ഇരട്ടി പ്രതിഫലവും, ഷഅബാനിൽ അത് 700 ഇരട്ടിയും, റമളാനിൽ അത് 70,000 ഇരട്ടിയുമാകുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചത് കാണാം. അതുകൊണ്ട് തന്നെ റജബ് മാസത്തിൽ നാം റജബിനെ സ്വീകരിച്ച് ആദരിച്ച് ബഹുമാനിച്ചാൽ മാത്രമേ ഷഅബാനിലും റമളാനിലും നമുക്ക് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ, കൂടുതൽ ഇബാദത്ത് ചെയ്യാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ റജബ് മാസത്തിനെ നാം ആദരിക്കുക, ആ മാസത്തിൽ കൂടുതൽ ഇബാദത്ത് ചെയ്യുക. ഈ ദിക്റുകളൊക്കെ അശുദ്ധിയുള്ള സമയത്തും സ്ത്രീകൾക്കും ചൊല്ലാൻ പറ്റുന്നതാണ്. വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.